ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഓണം സീരീസ് ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് ബ്ലഷസുമായിട്ടാണ്. ഈ ബ്ലഷസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലതും പല ടൈപ്പാണ്. പല ടൈപ്പ് ബ്ലഷസ് നമുക്ക് മാർക്കറ്റിലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈസി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ബ്ലഷ്. അല്ലെങ്കിൽ നമുക്ക് ഇട്ടിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്ക് തന്നെ നമുക്കത് ട്രസ്റ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഐഷാഡോ ആയിട്ടും ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്തിട്ടുമുണ്ട്, എല്ലാവരും അങ്ങനെ ചെയ്യുന്നുമുണ്ട് ഇല്ലേ? അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബ്ലഷുകളും അതിൻ്റെ വ്യത്യാസങ്ങളുമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ മോൾട്ടൺ പിങ്ക്. ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ മോൾട്ടൺ പിങ്ക് 25 ഷെയ്ഡാണ്. ഇത് 100 രൂപയ്ക്ക് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇനി ഞാനിത് വാങ്ങിക്കാനാണ് പ്ലാന്. ഇത് നല്ല രസമാണ്, അത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത് ക്യാമറയിലാണ്ടാണ് ഇത്രയും ബ്രൈറ്റ്, അല്ലെങ്കിൽ സാധാരണ ഒരു ടാൻ ഇല്ലാത്ത ഒരു ലിപ്സിനെയാണ് നമുക്ക് തരുന്നത്. അപ്പം ഇത് ഭയങ്കര നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. 100 രൂപയ്ക്ക് ഒട്ടും പാഴല്ല. അപ്പോൾ നമുക്കിനി എന്നാലും എൻ്റെ കയ്യിലുള്ള ആദ്യത്തെ എർത്ത് ഋതത്തിൻ്റെ ലിപ് ചിക് ടിൻ്റാണ്. 5 മില്ലി 0.16 ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വന്നിട്ട്. 5 മില്ലി ആണ് ക്വാണ്ടിറ്റി വന്നിട്ട്, ബാക്കിയുള്ള ഞാൻ വായിച്ചു. ദെൻ ഇത് ഈ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിൽ ഞാൻ ഇത് അപ്ലൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ലിപ് ചിക് ടിൻ്റാണിത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിൻ്റെ നേരെ മുകളിൽ ഒരു ലെയർ ഞാനത് അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ഡള്ളാണെങ്കിൽ അതിനെ ബ്രൈറ്റ് ആക്കാനും ഒരു ലിപ് ഗ്ലോസിൻ്റെ വർക്ക് തരാനും ഒരു ലിപ് ഗ്ലോസ് ആയിട്ട് പ്രവർത്തിക്കാനും നമ്മൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കിനെ ഒന്നുകൂടെ ബ്രൈറ്റ് ആക്കാനും ഈ ലൈറ്റ് കളറുള്ള ഈ എർത്ത് ഋതത്തിൻ്റെ ഈ ലിപ് ചീറ്റ് ടിൻ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം എൻ്റെ സ്കിന്നത് ഞാൻ ടിൻ്റായിട്ട് ഇടണമെങ്കിലും അത് വളരെ നന്നായിട്ട് പ്രവർത്തിക്കും. അതിങ്ങനെ എടുത്ത് കാണിക്കുമൊന്നുമില്ല, കാരണം ഇതൊരു ക്രീമി ടെക്സ്ചറാണ്. അത് ഞാൻ ഇട്ട് കാണിക്കാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയും മതി. ഓക്കെ, നമുക്ക് നോക്കാം. അപ്ലൈ ചെയ്തപ്പോൾ വളരെ നല്ല ഒരു ഗ്ലൈഡിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. വളരെ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ഞാൻ അത് ബ്ലഷ് ആയിട്ട് ഇട്ടു, വളരെ ചെറിയ എമൗണ്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ തന്നെ സ്കിന്നിലേക്ക് അത് ഒരു കറയായിട്ടൊന്നും നിൽക്കാതെ തന്നെ സ്കിന്നിലേക്ക് അത് പോയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. നമുക്ക് ഇനി വേണേൽ അതിന് മുകളിൽ അപ്ലൈ ചെയ്യാം. നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കിയാൽ ഇത് ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമേ അങ്ങനെയുള്ളൊരു ഒരു പ്രോഡക്റ്റാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഇതൊരു ഡാർക്ക് റെഡ് അല്ലെങ്കിൽ മറൂണിഷ് ആയിട്ടുള്ള ഒരു റെഡാണ്. ഇത് വന്നിട്ട് എറ്റ്യൂഡ് ഹൗസിൻ്റെ ആണ് കേട്ടോ. ഇത് എറ്റ്യൂഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് തന്നെയാണ്. ഇവിടെയാണ് ഇതിൻ്റെ പേരിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇതിൻ്റെ അപ്ലെയർ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് വളരെ ഒരു ലൈറ്റ് ഷെയ്ഡായിരുന്നു, ഇത് വളരെ ഒരു ഡാർക്ക് ഷെയ്ഡാണ്. ഇത് വളരെ കുറച്ച് മതി, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ. പക്ഷെ പെട്ടെന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. പെട്ടെന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒരു ഡോട്ടായിട്ട് അവിടെ തന്നെ റിമെയിൻ ചെയ്യാൻ കാരണമാവും. ഞാൻ പെട്ടെന്ന് ചെയ്തിട്ടാണ്. ഓക്കെ, നമ്മളൊന്ന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ ഇത് അവിടെ തന്നെ റിമെയിൻ ആവും. പിന്നെ അതൊന്ന് ബലം പ്രയോഗിച്ച് തുടച്ച് മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും അത് പങ്കുവയ്ക്കുക താഴെ കേട്ടോ. സോ ഇതാണ് നെക്സ്റ്റ് വന്നിട്ട്. ഇത് ഞാൻ മറ്റേതിൻ്റെ മുകളിൽ ഇട്ടുകൊണ്ടാണ് പെട്ടെന്ന് ഗ്ലൈഡ് ചെയ്ത് പോയത്. പക്ഷേ ഇത് വളരെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടിൻ്റാണ് കേട്ടോ. ഇതും ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. ഞാനും ഇതിൻ്റെ ഒരു ആരാധിക തന്നെയാണ്. ഇത് നമ്മൾ ലിപ്പിലിട്ടാൽ ഇതേ അവസ്ഥ തന്നെയാണ്. നമുക്ക് ഒന്ന് ഉണങ്ങിപ്പോയാൽ കുറച്ചൊന്ന് കഷ്ടപ്പെടേണ്ടി വരും. അതിൽ പെട്ടെന്ന് തന്നെ ആ മൊമെൻറ്റിൽ തന്നെ നമ്മളത് സ്കിന്നിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, നമ്മളൊന്ന് ഡിസോൾവ് ചെയ്യാനായിട്ട് അതിനൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് സ്കിന്നിലേക്ക് പൊക്കോളും. സോ ഇതിൻ്റെ പ്രൈസും 500 റേഞ്ച് തന്നെയാണ്. ഇപ്പോൾ ഇത് ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് നമുക്ക് നൈക്കയിലും ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് കേട്ടോ, ഒരു സിന്ദൂർ ചാന്ത് ഒക്കെ പോലെ തന്നെയാണ്. ദെൻ ഇങ്ങനെയാണ് വന്നിട്ട്. ഓക്കെ, ഒരു മണവും ഉണ്ട്, ഇതിനൊരു നല്ലൊരു മണവും ഉണ്ട് കേട്ടോ. ഒരു പെർഫ്യൂമിക് ഒരു ജസ്റ്റ് മറ്റേതിനെ അപേക്ഷിച്ച് ഒരു മണവും ഉണ്ട്. വന്നിട്ട് തേർഡ് എൻ്റെ കയ്യിലിരിക്കുന്നത് വേറൊരു ബ്രാൻഡാണ്, ജസ്റ്റ് ഹെർബിൻ്റെ ആണ്. ഇതെനിക്ക് ഓഫറിന് ഞാൻ കൂപ്പൺ കിട്ടി മേടിച്ച ലിപ്സ്റ്റിക്സ് ഒക്കെ കാണിച്ചിരുന്നു. അതിൻ്റെ കൂടെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണിത്. അല്ലാതെ നമുക്കിത് കിട്ടും 200-300 റേഞ്ച് ആവും. ഇതൊന്ന് 400 താഴെയാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല, ലൈറ്റ് ഉണ്ട്. സോ ഇങ്ങനെയാണ്. നറിഷിംഗ് ലിപ് ചിക് ടിൻ്റാണിത്. 01 ബ്രിക്ക് കളർ എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാണ് വന്നിരിക്കുന്നത്. ഹാൻഡിയാണ്, നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോവോ, ഒലിച്ചു പോവോ, അല്ലെങ്കിൽ നമ്മുടെ മേത്ത് വീഴുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. അതുപോലെ ഉറച്ചൊരു സ്ഥിതിയിലാണ് നമുക്കിത് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെയാണ് കേട്ടോ, ഒരു കടും ബ്രെഡ് തന്നെ, മറ്റേതിനോട് സാമ്യമുണ്ട്. അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമുക്കത് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇതും വളരെ പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്ന ഒരു കൂട്ടത്തിലാണ് കേട്ടോ.
എറ്റ്യൂഡിൻ്റെ മാത്രമേ ഉള്ളൂ ഒന്ന് താമസിച്ചു പോയാൽ ഡിസോൾവ് ചെയ്യാൻ പാട്. ഇതും വളരെ പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ട്. സോ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് യൂസ് ചെയ്യാം. സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും. ഇത് നമുക്ക് ലിപ് ചിറ്റിൻ്റെ ആയിട്ടൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാവുന്ന, വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇതും ഞാൻ പറഞ്ഞതുപോലെ നൈക്കയിലും ഓൺലൈനായിട്ടും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഓഫ്ലൈനിനേക്കാൾ കൂടുതൽ. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഹെർബ്സിൻ്റെ സൈറ്റിൽ കയറിയാലോ അവരുടെ കാര്യങ്ങൾ നമ്മൾ വൗച്ചറിന് വാങ്ങിക്കുകയാണെങ്കിലൊക്കെ ഇത് ഗിഫ്റ്റ് ഓപ്ഷനിലും വരും. കാരണം എന്ന് വെച്ചാൽ ഇത് ഗിഫ്റ്റ് ഓപ്ഷനായിട്ട് കിട്ടിയെങ്കിൽ തന്നെയും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെട്ടെന്ന് അപ്ലൈ ചെയ്യാനും ഒക്കെ വളരെ നല്ലൊരു ലിപ് ചിറ്റിൻ്റാണിത്. ഇതിങ്ങനെയാണ് മൂന്ന് ടൈപ്പാണ് കേട്ടോ. ഒന്ന് കുറച്ച് ഒരു പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു കൂട്ടത്തിലാണെങ്കിൽ ഒന്ന് ഒരു ക്രീമി ടൈപ്പാണ്. ഇത് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ഒന്ന് രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. സോ ഇങ്ങനെയാണേ. ബ്ലൂ ഹെവൻ, ദെൻ സ്വിസ് ബ്യൂട്ടി, മാൾസ് എന്നീ ബ്രാൻഡുകൾ മത്സരിച്ചിറക്കുന്നുണ്ട്. എൻ്റെ വിഷ് ലിസ്റ്റ് ഇതൊക്കെ ഉണ്ട്. അതൊക്കെയായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ടും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കുറച്ച് ലിപ് ചീറ്റ് ടിൻറ്റുകളാണ്, ലിപ്സ്റ്റിക്കുകളാണ്. അത് ഏതൊരാൾക്കും അഫോർഡബിൾ ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് അവർ ഇറക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോ ഞാൻ അതുകൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ ബൈ.